ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ? അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ? അധരദളപൂടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരു ആരാധകനാണോ? ഈ ആരാധകനാണോ? അപ്പോ വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആരാണ് മനോഹരി? അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഇതെന്തായാലും നമ്മുടെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറയുന്ന പഴയ പടത്തിലെ ഒരു പാട്ടാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു പാട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഈണം നൽകിയ യേശുദാസ് സാർ മനോഹരമായി ആലപിച്ചൊരു പാട്ടാണ്. അതോടൊപ്പം തന്നെ നല്ല വരികൾ. അത് എന്റെ അല്ല, അത് ശ്രീകുമാരൻ തമ്പി സാറിന്റെയാണ്. അപ്പൊ ഈ പാട്ട് പാടി തുടങ്ങാന്ന് വിചാരിച്ചു. കൊച്ചി തൊട്ട് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ഇപ്പൊ മനസ്സിലേക്ക് വന്നത്. അതെ, അപ്പൊ എവിടെയാണ് ഏതോ മനോഹരി ഉണ്ട്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു മോർണിംഗ് വാക്ക്. നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടി ഈ പ്രദേശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ വരും. ഇന്ന് ഡേറ്റ് പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഏപ്രിൽ 30-ാം തീയതിയാണ്. ഒരു മാസത്തിന്റെ അവസാന ദിവസമാണ് ഏപ്രിൽ മാസത്തിന്റെ. അപ്പൊ ഏപ്രിൽ മാസം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുന്ന ദിവസം കൂടിയാണ് അല്ലേ? ഇന്ന് മേഡം 17 കൂടിയാണ്. ഇനി ഏപ്രിൽ 30-ന് രാജ്യാന്തര തലത്തിൽ ഒരു പ്രത്യേകതയുള്ളത്. ഇന്ന് ജാസ് മ്യൂസിക് ഡേ ആണ്. നമ്മളെ മുക്കാബിലായി കേട്ടിട്ടില്ലേ? ജാസ് മ്യൂസിക്. അതെ അതെ. അപ്പോൾ ആ ജാസ് മ്യൂസിക് ആണ്, അമേരിക്കൻ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ്. 1930s മുംബൈയിൽ ഇത് വരുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു മ്യൂസിക്കൽ വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ജാസ് മ്യൂസിക് കൂടെ കേൾക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ എത്ര പേർ റെഡിയായി മോർണിംഗ് വാക്കിനായി തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് പറയാം. വാർത്തകളുണ്ട്, ഒരുപാട് വാർത്തകൾ. ആ വാർത്തകളിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ മോർണിംഗ് വാക്കിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മണിക്കൂർ അതാണ്. നമ്മൾ നടന്നു തുടങ്ങുന്നു. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇന്നുള്ളത് എന്ന് ആദ്യം പറയാം. തൃശ്ശൂരിലെ ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ ഈ ശ്രീ ധർമ്മങ്കലം ക്ഷേത്രം, അതിന് തൊട്ട് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ ചാലക്കുടിയിൽ പാലസ് റോഡിലൂടെ നടക്കുകയാണ്. പാലസ് റോഡിന് എന്താണ് ആ പേര് വന്ന കാരണം എന്ന് ചേച്ചിക്കറിയോ? അതെ, പാലസ് ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ ഇപ്പോൾ പാലസ് ഇല്ല. കൊച്ചി രാജാവിന്റെ പാലസ് ആയിരുന്നു. കൊച്ചി രാജാവ് ഇവിടെ എത്തി കുളിച്ചു തൊഴാനൊക്കെ വന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ധർമ്മങ്കലം ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്രപരമായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പാലസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീധരമംഗലം ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ, അദ്ദേഹത്തിന്റെ ഭക്തിക്ക് അതിന്റെ ഭാഗമായിട്ട് കുളിച്ചു തൊഴാൻ വേണ്ടി വന്നു പോയിരുന്ന ഒരു വഴി കൂടിയാണ് പറയാം. ചരിത്രമുറങ്ങുന്ന വഴി. വിശേഷങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് പറയാം. വാർത്തയിലേക്ക് കടക്കുന്നു. ആദ്യ വാർത്ത ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയുന്നത് പോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ സമിതി നിർണായക യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. സുരക്ഷാ കാര്യങ്ങൾ യോഗം വിലയിരുത്തുകയും ചെയ്യും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. പിന്നാലെ രാഷ്ട്രീയ കാര്യ സമിതി യോഗവും ചേരും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് വിനീത വിജയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. നിർണായകമായ യോഗങ്ങൾ നടക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് പ്രജിൻ. നമുക്ക് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും നിർണായകമായിട്ടുള്ള യോഗങ്ങളും ഒക്കെ തന്നെയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് ചേരുന്നത്. രാവിലെ 11 മണിക്ക് മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നുണ്ട്. ഇത് 2ാം തവണയാണ് മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ 11 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. യോഗത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട്
ഏതൊക്കെ തരത്തിൽ ഇന്നത്തെ തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും സമാന രീതിയിൽ ഇന്നലെ രാത്രിയും ഒക്കെയായി വലിയ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെയാണ് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ 2:30 ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ. അതിന് പിന്നാലെ പ്രതിരോധ മന്ത്രിയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും പങ്കെടുത്തുകൊണ്ടുള്ള മറ്റൊരു യോഗം കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് നിർണായകമായിട്ടുള്ള യോഗം ചേർന്നത്. ആ യോഗത്തിൽ സൈനിക മേധാവികളടക്കം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് ഈ സൈന്യത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ തിരിച്ചടി എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെന്നുള്ള കാര്യം ഈ സേനാ മേധാവികൾക്ക് തീരുമാനിക്കാം എന്നാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം സൈനികർക്ക് നൽകിയിട്ടുണ്ട്, സേനാ മേധാവികൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും എത്രയും ശക്തമായ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നീക്കവും അത് അതീവ ജാഗ്രതയോടെ, അതീവ കരുതലോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് അതിന്റെ തുടർ ചർച്ചകളായിരിക്കും ഉണ്ടാവുക. ഏത് തരത്തിൽ ഇനി തുടർ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം തന്നെ സൈനിക നീക്കങ്ങൾ, ഒപ്പം ക്രിസ്ത്യൻ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കഴിഞ്ഞ 6 ദിവസമായിട്ടും ഈ ഭീകരാക്രമണം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം മുതൽ ഈ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുവെന്നത് തന്നെയാണ്. പാക് പോസ്റ്റുകളിൽ നിന്നൊക്കെ അതിർത്തി മേഖലയിൽ അതിർത്തിയോട് ഏറ്റവും ചേർന്നുള്ള അഗ്നൂരിലടക്കം സൈനികർക്ക് നേരെ വെടിവെപ്പുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ തുടരെ ഈ പാക് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഭീഷണികൾ വരുന്നുണ്ട്. ഒപ്പം ഇങ്ങനെയുള്ളൊരു പ്രകോപനം പാകിസ്ഥാൻ തുടരുന്നുണ്ട്. അത് ഭീഷണിയായും പ്രകോപനപരമായുള്ള പ്രസ്താവനകളായും ഇതിനു പുറമെ അതിർത്തിയിൽ വെടിവെപ്പ് നടത്തിയും ഒക്കെയാണ് അവരുടെ പ്രകോപനം തുടരുന്നത്. ശക്തമായ സൈനിക നടപടികളിലേക്ക് തന്നെ ഇന്ത്യ കടന്നേക്കും. അത് ഏത് തരത്തിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ സേനാ മേധാവികൾക്കാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഏതാണെങ്കിലും അധികം വൈകാതെ തന്നെ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. ക്രിസ്റ്റീന പ്രജൻ. യെസ്, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും ആ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു റിപ്പോർട്ട് ഇവിടെ മാത്രമല്ല പാകിസ്ഥാനിലും എത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു വാർത്ത. അത് ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇന്ത്യ ഉടൻ തിരിച്ചടിക്കും എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു എന്നാണ് പാക് വാർത്താവിനിമയ മന്ത്രി അട്ടത്തുള്ള തരാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച ഉന്നതതല യോഗത്തിന് പിന്നാലെയാണ് പാക് മന്ത്രിയുടെ ഈ എക്സ് പോസ്റ്റ് എന്നതും ശ്രദ്ധേയം. വിവരങ്ങളുമായി ബൽറാം ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ യോഗം, അവിടെ ആശങ്ക, ഇവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണോ ഒരുങ്ങുന്നത് എന്ന ഏതെങ്കിലും സൂചനകളാണോ ഈ ഒരു എക്സ്പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ. വലിയ ആശങ്കയോടെ തന്നെയാണ് പാക് പ്രധാനമന്ത്രി രാജ്യത്തോട്, പാകിസ്ഥാനിലെ ജനങ്ങളോട് ഇത്തരത്തിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പാക് വാർത്താവിതരണ മന്ത്രി അട്ടത്തുള്ള തരാർ ആണ് ഇത്തരത്തിൽ ഇന്ത്യ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യാന്വേഷണ വിവരം പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാന് മേൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഒരു മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു സൈനിക നടപടി എടുക്കും എന്നാണ് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിരിക്കുന്നത് എന്നാണ്. കൂടാതെ പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണ് എന്നാണ് സ്വയം ന്യായീകരണം നടത്തിയിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നും അട്ടത്തുള്ള തരാറിന്റെ ഈ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ വലിയ ആശങ്കയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വാർത്താവിതരണ മന്ത്രിയാണ് ഇക്കാര്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിൽ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ വിവരം എന്നുള്ളത്. അതേസമയം അതിർത്തികളിൽ പാക് പ്രകോപനം തുടരുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു നടപടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിലുള്ള സൈന്യത്തിന് പൂർണ്ണ അർത്ഥത്തിൽ തീരുമാനമെടുക്കാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സൈനിക മേധാവികളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ എന്തിനും സജ്ജമാണ് സൈന്യം എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന മേഖലയിൽ പൂർണ്ണമായും അത് ഏത് തരത്തിലുള്ള ഒരു തുടർ നടപടിയാണോ അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സൈന്യം നടത്തിയിരിക്കുന്നു. അത് ദിവസങ്ങളോളമോ മാസങ്ങളോളമോ നീണ്ടു നിൽക്കുന്ന ഒരു നടപടിയാണെങ്കിൽ പോലും അതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്.
സർവ്വസജ്ജമാണ് സൈന്യം. ഇക്കാര്യം സൈനിക മേധാവികൾ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഏത് തരത്തിലുള്ള മറുപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. കാരണം അതിന് ഏത് തരത്തിലുള്ള മറുപടിയാണെങ്കിലും അതിനായുള്ള ക്രമീകരണങ്ങൾ സൈന്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകൾക്ക് അകം തന്നെ അതിൽ പാകിസ്ഥാനെതിരായി ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരായ ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു സൈനിക നടപടിയാണെങ്കിൽ അതിനും അല്ല കഴിഞ്ഞ തവണ ഉണ്ടായതിന് സമാനമായി ഈ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു മിന്നലാക്രമണമോ അല്ലെങ്കിൽ ഒരു ബലാക്കോട്ടിലുണ്ടായ വ്യോമാക്രമണത്തിനോ സമാനമായ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അതിനും സജ്ജമാണ് സൈന്യം. 3 സേനാ വിഭാഗങ്ങളും അതിനായുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിർത്തികളിൽ പാകിസ്ഥാന് എതിരായ ഒരു നടപടിക്കായുള്ള തയ്യാറെടുപ്പ് അത് പൂർത്തിയായിരിക്കുന്നു. അതേസമയം ജമ്മു കശ്മീരിനുള്ളിൽ ഭീകരവാദത്തിനെതിരായ നടപടികൾ, പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, അത് വനമേഖലയിൽ തന്നെ ആ തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഇന്നലെ ഒരു ഏറ്റുമുട്ടൽ ഈ ഭീകരവാദികളുമായി വീണ്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. എന്നാൽ ആ ഏറ്റുമുട്ടൽ ഏത് മേഖലയിലാണ് ഉണ്ടായത് എന്നും ആ ഭീകരവാദികൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ സംബന്ധിച്ചും കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സേനാ വൃത്തങ്ങളോ അല്ലെങ്കിൽ ഏജൻസികളോ തയ്യാറായിട്ടില്ല. ആഭ്യന്തര ഭീകരർക്കെതിരായ നടപടികളും ശക്തമായി തന്നെ തുടരുകയാണ്. പ്രജിൻ ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്നും വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ആ രീതിയിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്നലെ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയിരുന്നു. പൂർണ്ണ തൃപ്തനാണ് നമ്മുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ഓപ്പറേഷൻ എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയാത്തത്. എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് നമ്മുടെ സേനാവൃത്തങ്ങളും. ഒപ്പം പ്രധാനമന്ത്രിയും അക്കാര്യത്തിൽ തൃപ്തി അറിയിച്ചതോടുകൂടി തന്നെ എപ്പോഴായിരിക്കും ഏത് രീതിയിലായിരിക്കും ആ തിരിച്ചടി എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടതല്ലേ? അതെ, അതേസമയം തന്നെ അതിന് തത്തുല്യമായ ആശങ്ക പാകിസ്ഥാനിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ വാർത്തയിൽ നിന്ന് ഈ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത റാപ്പർ വേഡന്റെ കസ്റ്റഡി കാലാവധിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. പുലിപ്പല്ല് ലോക്കറ്റാക്കി നൽകിയ വിയൂരിലെ സ്വർണ്ണപ്പണിക്കാരന്റെ പക്കലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കുന്ന സാഹചര്യത്തിൽ 2 ദിവസം വേഡൻ ജയിലിൽ കഴിയേണ്ടി വരും. വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്തിനെ കേന്ദ്രീകരിച്ച് വനംവകുപ്പ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വേടന് കഞ്ചാവ് കൈമാറിയ സംഘത്തെയും ഉടൻ പിടികൂടാൻ കഴിയും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതാണ് വേടന്റെ കേസ്. ഇനിയിപ്പോൾ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നുകൂടി നോക്കാം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രതികളായ തസ്ലീമ സുൽത്താന, ഫിറോസ്, സുൽത്താൻ അക്ബർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുക. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി അടക്കം 5 പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ പങ്ക് വ്യക്തമാകാത്തതിനെ തുടർന്ന് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ഈ മാസം ആദ്യമാണ് മാരാരിക്കുളത്തെ സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലിമ സുൽത്താനയും കൂട്ടാളി ഫിറോസും എക്സൈസിന്റെ പിടിയിലാകുന്നത്. അപ്പോൾ അതാണ് ഇന്നലെ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്നുള്ള കാര്യം കൂടി പ്രേക്ഷകരിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നലെ രാത്രി ചേച്ചി വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, നമ്മൾ ഞെട്ടിയ വാർത്തയാണ്. അത് കർണാടക മംഗളൂരുവിൽ നിന്നാണ് ആ വാർത്ത വന്നത്. അവിടെ ഒരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായി. ആ ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടയാൾ മലയാളിയാണ് എന്ന വാർത്തയാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത്. എന്തായാലും പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്നു. മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു എന്നാണ് വാർത്ത. കൊലപാതകത്തിൽ 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കർണാടക സ്പെഷ്യൽ ബ്രാഞ്ചും അതേപോലെ കേരള സ്പെഷ്യൽ ബ്രാഞ്ചും ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവർ ബോഡി വിട്ട് തന്നിട്ടുണ്ട്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. 20 ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. മരണകാരണം മർദ്ദനം തന്നെയാണ്, ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇതൊരു 2 മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ബോഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ഇപ്പോൾ ഇപ്പം തന്നെ ഒരു 20 ആളുകളെ അറസ്റ്റ് ചെയ്യും, അവർ റിമാൻഡിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു അങ്ങനെ പറയാൻ പറ്റും ഇതല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണം ആ ഒരു കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബോഡിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് അവിടുന്ന് അത്രയും യൂറ്റി ഖാദർ അങ്ങനത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇതെന്താണ് ഇപ്പോൾ ഈ കേസ് ഏത് രീതിയിലാണ് പോകുന്നത്? ഈ അഷ്റഫ് എന്ന് പറയുന്ന പുൽപ്പള്ളി സ്വദേശി ഒരു മാനസിക സ്വാസ്ഥ്യമുള്ള ആളാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി വന്നിരുന്നു. അതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എന്തിനാണ് ഇങ്ങനെ ഈ ആക്രമണം ഉണ്ടായത്? അതും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതി എന്തുകൊണ്ടുണ്ടായി? അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജുൻ, മംഗളൂരുവിലെ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മലയാളിയാണ്, പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷറഫാണ് എന്ന വിവരം ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വന്നത്. അത് പ്രജുൻ സൂചിപ്പിച്ചതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയായിരുന്നു. എന്തായാലും അവരുടെ ബന്ധുക്കൾ ഇന്നലെ രാത്രി തന്നെ അവിടുന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് മംഗളൂരുവിലെത്തി ഈ മൃതദേഹം തിരിച്ചറിഞ്ഞു. അതിനുശേഷം ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇപ്പോൾ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ആ മൃതദേഹവുമായി ഇപ്പോൾ ബന്ധുക്കൾ അവരുടെ നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കേട്ടത് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള അഷറഫിൻ്റെ സഹോദരൻ അബ്ദുൾ ജബ്ബാറിൻ്റെ പ്രതികരണമാണ്. അവർ ഈ പോലീസുമായൊക്കെ ഈ കേസിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അവിടെ ഒരു പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ ഈ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചുവെന്ന് ആരോപിച്ച് 25ഓളം വരുന്ന ആൾക്കൂട്ടം ഈ അഷറഫിനെ മർദ്ദിക്കുകയും അങ്ങനെ കൊലപാതകം നടന്നു എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ വിശദമായ അന്വേഷണം നടക്കുന്നു. ഈ കാരണം സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഇതെന്താണ് കൊലപാതകത്തിൻ്റെ കൃത്യമായ മോട്ടീവ് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തുന്നു. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിയോഗിച്ചിട്ടുമുണ്ട്. അന്വേഷണം നടക്കുകയാണ്. ഈ ബന്ധുക്കൾക്കും ആ തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. എന്താണ് ഇതിൻ്റെ കാരണം സംബന്ധിച്ച് ബന്ധുക്കൾക്ക് മറ്റ് അറിവില്ല എന്നതാണ് ജബ്ബാർ അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ കുറേ കാലമായി അഷറഫ് മംഗളൂരുവിലാണ് താമസം. അവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ജോലിയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഈ അഷറഫ് നേരിടുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ അതിൻ്റെ ചികിത്സയിൽ കഴിയുന്ന ആളാണ്. പല ആശുപത്രികളിലായി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ചികിത്സ നടത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് പലയിടങ്ങളിലായി പോയി ജോലി ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മംഗളൂരുവിലും എത്തിയത്. ഈ കൊലപാതകം നടന്നത് മംഗളൂരു നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു മൈതാനത്താണ്. അപ്പോൾ ഈ സിറ്റിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പണി എടുക്കുന്ന ഈ ആക്രി സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന അഷറഫ് എന്തിനാണ് 10 കിലോമീറ്റർ യാത്ര ചെയ്ത് ക്രിക്കറ്റ് കളി കാണുന്നതിന് വേണ്ടി തന്നെയാണോ അങ്ങോട്ട് പോയതെന്നുൾപ്പെടെയുള്ള കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം ആ കാര്യങ്ങളിലൊക്കെ നടക്കുകയാണ്. ബന്ധുക്കളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല, അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഫൈൻഡിങ്സ് മാത്രമാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന സംബന്ധിച്ചൊക്കെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ 20 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് 20 പേരും മംഗളൂരു സ്വദേശികൾ തന്നെയായിട്ടുള്ള 20 പേരാണ്. അവിടെ ഈ മർദ്ദനത്തിന് മുമ്പ് മറ്റ് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്ന തരത്തിലൊക്കെ മൊഴിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ അത് വിശദീകരിക്കാനാകൂ എന്നതാണ് കർണാടക പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് ആ വാർത്ത സംബന്ധിച്ച്. അപ്പോൾ എന്തായാലും അന്വേഷണമൊക്കെ നടക്കട്ടെ. അതിലെന്താണ് ഒരു ദുരൂഹതയുണ്ട്, അത് പുറത്തു വരട്ടെ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് അട്ടപ്പാടിയിലെ മധുവിനെയാണ്. കാരണം ആൾക്കൂട്ടം എന്ന് പറയുമ്പം ഒരേ സൈക്കോളജി, മോബ് വയലൻസ് എന്ന് നമ്മൾ പറയും. ഒരേ ലക്ഷ്യത്തോടു കൂടെ ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് കുറെ ഉന്നത അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞു ചാലക്കുടിയിലാണെന്ന് പറഞ്ഞു. ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ എന്താണ് എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്? ചാലക്കുടി ചന്തയ്ക്ക് പോകേണ്ട വഴിയാണോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ചാലക്കുടി ചന്തയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരാളുടെ പേര് മാത്രമാണ് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്.
നമ്മുടെ അതൊരു സ്വന്തം അതെ അതൊരു ഹിന്റായി അവിടെ നിൽക്കട്ടെ, നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വരാം. അതിനു മുമ്പ് ചേച്ചി പറഞ്ഞ റിപ്പോർട്ടിലേക്ക് പോകാം. അതെ, നമ്മുടെ സംസ്ഥാനത്ത് കുറെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് വിരമിക്കുകയാണ്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് വിരമിക്കുകയാണ്. ശാരദാ മുരളീധരൻ വിരമിക്കുമ്പോൾ എ ജയതിലക് പകരം ചീഫ് സെക്രട്ടറി ആവും. KCB ചെയർമാനും MD-യുമായ ബിജു പ്രഭാകർ, അഗ്നിരക്ഷാ സേനാ മേധാവിയും DGP-യുമായ K പത്മകുമാർ എന്നിവരാണ് വിരമിക്കുന്നവരിൽ പ്രമുഖർ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം തൃശൂരിന്റെ സ്വന്തം IM വിജയനും ഇന്ന് സർവീസിൽ നിന്ന് പടിയിറങ്ങും. ഭർത്താവും ചീഫ് സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ വി വേണു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വിരമിച്ച ഒഴിവിലാണ് ശാരദാ മുരളീധരൻ എത്തുന്നത്. ചീഫ് സെക്രട്ടറി പദത്തിലെത്തുന്ന 5ാമത്തെ വനിത, കുടുംബശ്രീ മിഷനെ ജനകീയമാക്കിയ ഉദ്യോഗസ്ഥ. ശാരദാ മുരളീധരൻ ഒഴിയുമ്പോൾ എ ജയതിലക് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയാവും. 36 വർഷം നീണ്ട ദീർഘമായ പോലീസ് ജീവിതത്തിൽ നിന്ന് DGP K പത്മകുമാറും വിരമിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം റേഞ്ച് IG, ദക്ഷിണ മേഖല ADGP, പോലീസ് ആസ്ഥാനം ADGP തുടങ്ങി നിരവധി പദവികൾ വഹിച്ചു. DGP ആയ ശേഷം ആദ്യം ജയിൽ മേധാവിയായും പിന്നീട് അഗ്നിരക്ഷാ സേനാ വിഭാഗം മേധാവിയുമായി. 2004 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ബിജു പ്രഭാകർ അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തച്ചടി പ്രഭാകരന്റെ മകനാണ്. പൊതുമരാമത്ത്, വ്യവസായം, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിൽ സെക്രട്ടറിയായി. വെള്ളാനയായ KSRTCയെ ലാഭത്തിലാക്കാൻ പല പദ്ധതികൾ നടപ്പിലാക്കിയത് ബിജു പ്രഭാകർ CMD ആയ കാലത്താണ്. IM വിജയന് പോലീസ് സേനയിൽ നിന്ന് വിരമിക്കുന്നതിന്റെ തലേദിവസം സർക്കാർ സ്ഥാനക്കയറ്റം നൽകി. മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനിലെ അസിസ്റ്റന്റ് കമാൻഡന്റായ വിജയന് ഡെപ്യൂട്ടി കമാൻഡറായാണ് സ്ഥാനക്കയറ്റം നൽകിയത്. ഫുട്ബോൾ മേഖലയിൽ അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പ്രതിച്ഛായ ഉയർത്തിയതിന് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്തായിരുന്നു പ്രമോഷൻ. മുഖ്യ വനം മേധാവിയായ ഗംഗാ സിംഗും ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ചാലക്കുടി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനും ചേച്ചിയും ഉള്ളത് ഇതാ, ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന KL 45 A100 എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ ഈ റോഡുകളിലൂടെയൊക്കെ ഓടിച്ചു നടന്ന ഓട്ടോയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്മാരകം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കെട്ടിടമാണിത്. കുന്നിയിൽ രാമൻ സ്മാരക മന്ദിരം. അവിടെ ഉണ്ട് ഈ ഓട്ടോ, ഇപ്പോഴും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്കൊക്കെ ഈ ഓട്ടോ കാണാം. വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ ചേച്ചി, കാരണം നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതോടൊപ്പം ഇവിടെ കലാഭവൻ മണിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്, നമുക്ക് അതുകൂടെ കാണാം. ഒപ്പം തന്നെ മാതാപിതാക്കളുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. ഒപ്പം തന്നെ പറഞ്ഞ പോലെ മണിച്ചേട്ടന്റെ പൂർണ്ണകായ പ്രതിമയും നമുക്ക് കാണാൻ ഇവിടേക്ക് വരുന്നവരൊക്കെ ഇത് നോക്കാതെ പോവാറില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടാണ് മടങ്ങുന്നതെന്ന് പറയുന്നു. അപ്പം ഈ ഓട്ടോയും അത് മണിച്ചേട്ടന്റെ എന്നാണ് പറയാം അല്ലെ, ആ ഒരു ഇതെല്ലാം ഉള്ളൊരു ആത്മാവുള്ള ഒരു ഇടമാണ് എന്ന് പറയാം. നമുക്കൊപ്പം മുരളി ചാലക്കുടി എന്ന് പറഞ്ഞ നമ്മുടെ കലാകാരൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലിയിലൊക്കെ എല്ലാവർക്കും പരിചയമുള്ള കൂടിയാണ്. ചേട്ടാ, ഇവിടെ എത്തുമ്പോൾ നമ്മളിപ്പോൾ അറിയാതെ മണിച്ചേട്ടൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ എത്തുന്ന ആൾക്കാർക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഒന്ന് നോക്കാതെ പോകാൻ കഴിയില്ലല്ലോ അല്ലേ? കാലത്തായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരുള്ള സ്ഥലമാണ്, കണ്ടമാനം ജനങ്ങൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ശരിയാണ്, ഇവിടെ വരുമ്പോൾ മണിച്ചേട്ടനോടുള്ള ആ ഒരു പ്രത്യേകിച്ച് മാർച്ച് 6-ാം തീയതി കഴിഞ്ഞപ്പോൾ ഫ്ലവേഴ്സിൽ നിന്ന് കണ്ടമാനം 24-ൻ്റെ ആയാലും ഫ്ലവേഴ്സിൽ നിന്നായാലും കണ്ടമാനം ഹെൽപ്പുകൾ കാര്യങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മണിച്ചേട്ടനുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷക്കാർ കൊടുക്കുന്ന ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഫ്ലവേഴ്സ് 24 കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ചേട്ടാ, എന്തായാലും നമുക്ക് എത്തുമ്പോൾ മണിച്ചേട്ടന്റെ പാട്ടുകളാണല്ലോ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പാട്ട് ഇല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. അപ്പം മണിച്ചേട്ടനെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയുടെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് തന്നെയാവും. പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷ. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചൻ്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ട വണ്ടി. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. ആ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീനെ, പെണ്ണിൻ്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ മണിച്ചേട്ടൻ തന്നെയാണ് മനസ്സിൽ വരുന്നത് എപ്പോഴും, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ജനിക്കുന്ന കുട്ടികളോട് ജയൻ സാറിൻ്റെയും കലാപം മണിച്ചേട്ടൻ്റെ കാര്യം ചോദിച്ചാൽ അപ്പോൾ പറയുന്നുള്ളതാണ്. ജയൻ സാറിന് കൊടുക്കുന്ന റെസ്പെക്റ്റും മണിച്ചേട്ടന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അത്രയാണ്. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളോട് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അപ്പോൾ പാടാണ്. മണിച്ചേട്ടൻ അറിഞ്ഞിട്ടല്ലത്, പക്ഷേ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു കലാകാരനാണ്. നമ്മളും കലാരംഗത്ത് ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഞാൻ ഒരുപാട് സ്പോട്ട് ഡബൊക്കെ ചെയ്തിട്ടുള്ളത്, നടന്മാരുടെ ശബ്ദങ്ങളൊക്കെ സ്പോട്ട് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 24-ന്റെ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കോർഡിനേറ്ററും കൂടിയായിരുന്നു. മുരളി ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കണക്കിന് ഫാമിലി ക്ലബ്ബ്. അപ്പോൾ എന്തായാലും എനിക്കും ഇവിടെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയ സന്തോഷം. മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പാട്ട് മാത്രം പാടിയിട്ട് ഒരു സ്റ്റാർ ചെയ്താലും നടന്റെ പെട്ടെന്ന്. അപ്പം ലാലു ലക്സാന്റെ ശബ്ദം ചെയ്യാം. പേഴ്സണലായിട്ട് പറയുക, കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ്റെ മുമ്പ് വേവിച്ചാണ് അയാൾ പറയുന്നത്. മോള് സുസി, നീ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി. ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്നും തലയും കുത്തി ചാടേണ്ടേ. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ കുടുംബാംഗം കൂടെയാണ്, അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. എന്നാലും അപ്പൊ ഇന്ന് നമ്മൾ തൃശ്ശൂർ നിൽക്കുമ്പോ എന്താണ്, തൃശ്ശൂർ ഇന്ന് പൂരത്തിന് കൊടിയേറുകയാണ്, അല്ലേ? അപ്പൊ അതിന്റെ അപ്ഡേറ്റ് നമുക്ക് പോവാം, അല്ലേ? അതെ. പൂരങ്ങളുടെ പൂരത്തിൽ നിന്ന് കൊടിയേറ്റം. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടെ ശക്തന്റെ നഗരി പൂരാവേശത്തിലേക്ക് വഴിമാറും. പൂരത്തെ പൂർണ്ണമാക്കുന്ന ഘടകക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ പൂരക്കൊടികൾ ഉയരും. പല ക്ഷേത്രങ്ങളിലും രാത്രിയിലാണ് കൊടിയേറ്റം. ലാലൂർ കർത്യാനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറുക. രാവിലെ മുതൽ പാറമേക്കാവ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിക്കും. സിംഹരൂപം ആലേഖനം ചെയ്ത കൊടിക്കൂറയാണ് പൂരത്തിന് തുടക്കം കുറിച്ച് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഉയർത്തുക. ഉച്ചയ്ക്ക് 12-ന് വലിയ പാണി കൊട്ടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഉച്ചയ്ക്ക് 12:30 കൊടിയേറ്റം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30 മധ്യേയാണ് കൊടിയേറ്റ്. തിരുവമ്പാടിയിൽ പാരമ്പര്യ അവകാശികളായ താഴത്തുംപുരയ്ക്കൽ സുന്ദരനും സുഷിത്തും കൊടിമരമൊരുക്കും. പൂജിച്ച കൊടിക്കൂറ മേൽശാന്തി ദേശക്കാർക്ക് കൈമാറും. തുടർന്ന് കൊടിമരത്തിൽ ചാർത്തി ദേശക്കാർ ഉപചാരപൂർവ്വം കൊടിമരം നാട്ടി കൂറ ഉയർത്തും.